കുഞ്ഞിന് ഒങ്ങുമായിരുന്നോ കുഞ്ഞു? കുഞ്ഞു ഒങ്ങുമായിരുന്നോ? ആയിരുന്നോ? ഒക്കെ വരുന്നുണ്ടോ പിന്നെ? കൊതുകച്ചോ? എൻ്റെ കുഞ്ഞിനെ കൊതുക് വേണ്ട, ഭയങ്കര കൊതുക്. എന്തുവാടി കുഞ്ഞു? കുഞ്ഞു മാമിയുടെ കുഞ്ഞോ എന്തിയേ? എന്തിയേ മാമിയുടെ കുഞ്ഞോ? മാമിയുടെ കുഞ്ഞോ എന്തിയേ? ദേണ്ടേ പറഞ്ഞു ദേണ്ടേ. ആ മുറിച്ചു കൊടുക്കളെ, മുറിച്ചു കൊടുക്ക. അത്രയൊന്നും കഴിക്കത്തില്ല, ഇച്ചിരി കൊടു. കുക്കമ്മയുടെ കൊടു. മാമിയുടെ കൈ അഴുക്ക്, കൈ കഴുകിയില്ല മാമി. ഇച്ചിരി കൊടുത്താൽ മതി കുഞ്ഞിനെ. അവൻ കഴിക്കത്തില്ല കളെ. മടിയായിരുന്നു ട്യൂഷന് പോകാൻ. കുഞ്ഞിനെ കൊതു കടിച്ചു കേട്ടോ, ഭയങ്കര കൊതു, ചുറ്റി വട്ടം. കുഞ്ഞാക്കല്ല, കുഞ്ഞോന് വേറെ തരും. കുഞ്ഞാക്ക് തരും, കുഞ്ഞാക്ക് തരുവടി. താ പറഞ്ഞേ, താന്ന് പറ, ചായ താന്ന് പറ. 2 മീറ്റിങ്ങിലും പോയില്ല. പോവാനൊക്കത്തില്ലേ? പേപ്പറൊക്കെ ഒപ്പിടാനും പ്രോഗ്രാമിന്റെ കാര്യമൊക്കെ പറയാനും. അവനെ ടൂറിന് ഇടുന്നുണ്ടോ മമ്മി? ഇല്ലേ? അവൻ പറഞ്ഞു ഞാൻ വലിയ സ്ഥലത്താ ലൂലുമാളിലൊക്കെ പോകുന്നുണ്ട്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പാലേ വാങ്ങിക്കുള്ളൂ കേട്ടോ, കാരണം 2 പാക്കറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ടൊന്ന് വാങ്ങിച്ചു. 2 കിലോ അരിയും വാങ്ങിച്ചു. പിന്നെ മോനിക്കുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. ഭയങ്കര മടിയിട്ട് ട്യൂഷന് പോകും കേട്ടോ. 4:30 ഇന്ന് ട്യൂഷന്. ഇന്ന് സ്കൂൾ അവധിയായിരുന്നല്ലോ. അപ്പൊ സ്കൂളുള്ള ദിവസം 4:30 വെച്ചാൽ പോകാൻ പ്രയാസമാണ്, കാരണം 4:30 ആവും വരുമ്പോ. പിന്നെ കഴിച്ച് കുളിച്ച് ഒക്കെ പോകുമ്പോഴത്തേക്ക് 5 മണി കഴിയും. ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോയി 4:30 ട്യൂഷനുണ്ട്, നേരത്തെ ട്യൂഷന് പോകാനുള്ള റെഡി ആയിരിക്കണം. എന്നിട്ട് വൈകി തൂങ്ങി 5 മണി കഴിഞ്ഞപ്പോഴാണ് പോയത്. ഇന്ന് വരുമ്പം 2 അടിയുടെ ആവശ്യമുണ്ട്. ചുമ്മാ കേട്ടോ, ഞാൻ അവനെ അടിക്കാനൊക്കെ വിളിക്കും, പക്ഷെ അവൻ വന്ന് അവന്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അടിക്കാൻ തോന്നത്തില്ല. എന്റെ ദേഷ്യം വന്ന പറഞ്ഞാൽ കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാലും മുത്തിന് കൊടുത്തത്രയൊന്നും മോനിക്കുട്ടൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ മുത്തിന് പോകാൻ ഉള്ള മിക്കവാറും 2-3 ദിവസത്തിനകം പോകും. അപ്പൊ അവനൊരു പാൻറ് വേണം. യൂണിഫോം എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവൻ പാൻറ് വെച്ചിട്ട് ഇറക്കം കൂടുതലുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഓൾട്ടർ ചെയ്തെല്ലാം എടുത്തോണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും യൂണിഫോം പാൻറ് ഇങ്ങനെ ഇടത്തില്ലല്ലോ. അപ്പൊ ചില ദിവസങ്ങളിലൊക്കെ മാറണ്ടി വന്നല്ലോ, ഒരു കറുത്ത പാൻറ് വേണമെന്ന് ഇന്ന് പോയി രാവിലെ അപ്പവും അവനും കൂടെ പോയി ഒരു പാൻറ്റൊക്കെ അളവൊക്കെ നോക്കി നമ്മുടെ സ്വന്തം രാജൻ ടെക്സ്റ്റൈൽസിൽ നിന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ വൈകിട്ട് എന്ന് വാങ്ങിക്കോളാന്ന് പറഞ്ഞു. അത് വാങ്ങിച്ചു. ഇത് വാങ്ങിക്കാൻ കയറിയതിന്റെ പേരിൽ വേറെ കുറച്ച് സാധനം മേടിച്ച് കാണിക്കാം. നിനക്കുള്ളതാ, നിനക്കാ ഒരു ടീഷർട്ട് നല്ല സ്ലീവ് ഉള്ളത്, ഇങ്ങനത്തെ സ്ലീവ്. പിന്നെ ഇത് പുറത്തൊക്കെ പോകുമ്പം പെട്ടെന്ന് ഇട്ടോണ്ട് പോകാൻ ടീഷർട്ട് ഇല്ലെന്ന് രാവിലെ പരാതി പറയാം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ എൻ്റെ മോനുകുട്ടന് ഞാൻ 2-3 നിക്കർ മേടിച്ചവൻ വീട്ടിലിടാൻ നിക്കറില്ല. ഇത് അളവാണോന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ കൊല്ലും. നിനക്ക് എടുക്കുന്നിടത്തുനിന്നാ മേടിച്ചത്. അവൻ ഇച്ചിരി ലൂസായിട്ട് ഇടുന്നതാണ്, അവന് ചാടി മറിയേണ്ടിയതല്ലോ. 3 എണ്ണം മേടിച്ച്. ഇന്ന് അവിടെ കയറിയത് കൊണ്ടാണ് ഇത്രയും പൈസ ചെലവായത്. രാവിലെ പാൻറ് എടുത്ത് ഇങ്ങനെ പോന്നാ മതിയായിരുന്നു, പോകണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു വൈറ്റ് പാൻറ്. ഇതാണെങ്കിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു,
അത് ഞാൻ വാഷിംഗ് മെഷീനകത്തിട്ട് കഴുകിയാൽ കളറ് പറ്റും എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ട് ഞാൻ അതെടുത്ത് വെളിയിൽ കൊണ്ടുവച്ച് കഴുകാൻ വേണ്ടിയിട്ട്. എന്നിട്ടും അതിൽ ഏതാണ്ടിനെ കളർ പിടിച്ച്. അങ്ങനെ അധികം ഉപയോഗിക്കാത്തതാണ് ആ പാൻറ്. വെള്ളയല്ലേ കളർ പിടിച്ച് കഴിഞ്ഞാൽ വൃത്തികേടല്ലേ നമ്മൾ ഇട്ടുകൊണ്ട് പോകുമ്പോൾ. അതുകൊണ്ട് കുറച്ച് ദിവസമായി ഇത് വാങ്ങിക്കണമെന്ന് ഉദ്ദേശിച്ചിരിക്കും. അപ്പം ഇന്ന് കയറിയപ്പോൾ ഇത് ഒടുങ്ങി മേടിച്ചു. അപ്പം ഇന്ന് അതുകൊണ്ട് ഇച്ചിരി താമസിച്ച് കുറച്ച് വരുന്നതിന് മുമ്പേ തൊട്ട് പുറത്ത് പോയി ആഹാരം കഴിക്കണമെന്നൊക്കെ ഇവിടെ ഒരാൾ ചാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് പോകണമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടോ? പോകുന്നില്ലെങ്കിൽ നാളെ പോ. അല്ലെ നമുക്ക് സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാം. ഉണ്ട് സൊമാറ്റോയിൽ ചെയ്താൽ വരും. അതല്ല നമ്മള് പുതിയ കടയാ മന്തി കട, അതിന് സൊമാറ്റോ ഇല്ലെന്ന്. ഇല്ലാണ്ട് ഞാൻ മേടിക്കത്തില്ലായിരുന്നു. ഞാൻ പോകുന്ന കാര്യം എനിക്ക് അറിയത്തില്ല. പോവുകയാണെങ്കിൽ ബാക്കി വിശേഷം അന്നേരം പറയാം. ഏതായാലും മോനിക്കുട്ടനെ വിളിച്ചോണ്ട് പോയി ട്യൂഷന്. പിന്നെ ഇന്ന് നമ്മുടെ വീഡിയോസ് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കണ്ടു? ആരെയും കണ്ടില്ല കേട്ടോ. എനിക്കാണ് ഇനി എങ്ങോട്ടും പോകാനുള്ള ഒരു ഉഷാറില്ല. പിന്നെ അവൻ നിർബന്ധിച്ച് നമുക്ക് ഒരു ദിവസം പുറത്ത് പോയി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചത്. സൊമാറ്റോയിൽ നിന്ന് മേടിക്കാം. എന്തുവാന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് മേടിച്ചു. എനിക്ക് വഴി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ഇതൊക്കെ എടുത്തോണ്ട് ഇത് ഇനി ഇട്ട് നോക്കണേ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലുതാണോ മേടിക്കുന്നത്? എവിടാ ആ പാന്റ്? ഞാൻ എടുത്തു വെച്ചല്ലോ എടുത്തേ. അതേ ഉള്ളു. ആ പുള്ളി പറഞ്ഞ് കറക്റ്റ് ആ സൈസ് മോൻ ഇട്ട് നോക്കിയിട്ട് ഇവിടെ മാറ്റി വെച്ചതാ. ഇതിന്റെ വലുത് 40. 40 എടുത്താ ഒത്തിരി വേസ്റ്റ് സൈസ് ഒത്തിരി വ്യത്യാസം വരും എന്ന് പറഞ്ഞു. എന്തോടാ വലുതാന്ന് പറഞ്ഞത്? ഇത് കൈ അങ്ങനത്തെയാ, ഒട്ടും വലുതൊന്നുമല്ല. ഞാൻ വണ്ടിയും കൊണ്ട് വന്ന് നിർത്തുമ്പോഴാ അത് ഓടിപ്പോയി കുളിമുറിക്കകത്ത് കയറുന്ന കുളിക്കാൻ. വീട്ടിൽ വരുമ്പോഴും ഞാൻ വരുന്ന സമയത്ത് അവൻ കുളിമുറിക്കാൻ എന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോ ഓടി കുളിമുറിക്കാൻ. ഇപ്പഴും കണക്കാന്നല്ലോ. ഇതുകൊണ്ട് ഇട്ട് നോക്കും. ശരി, ഇനിയിപ്പോ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ കുളിക്കുന്ന കാര്യത്തിൽ. അന്ന് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാം കുളിച്ചു കഴിഞ്ഞാൽ. ഇതിപ്പോ വലിയ ആവശ്യമൊന്നുമില്ല. ഓടി കുത്തുന്നല്ലാതെ. പകൽ ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ കുളിക്കാൻ കയറിയ മഹാനാണ് എൻ്റെ മുത്ത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കുളിയും ജപമൊക്കെ കഴിഞ്ഞ് മോനുകുട്ടൻ വരുമ്പം അരക്ക് പറയാം. അപ്പം എന്തോ അതിൻ്റെ ആ എക്സ്പ്രഷൻ എന്നുള്ളത് നിങ്ങൾ കണ്ടോണേ. ഇത് വെള്ളേരിയ വാങ്ങിച്ചത് കേട്ടോ. വല്ലപ്പോഴും ഇപ്പം നമ്മൾ സാധാരണ ഇപ്പം കുത്തരിയാണ് വല്ലപ്പോഴും കഴിക്കാനാണേ. വേണം. ചക്കയുടെ സീസൺ ആയ പിന്നെ ഇവിടെ ഇതിൻ്റെ പെരളി അമ്മയോട് വയ്യാത്തതുകൊണ്ട് നമ്മൾ പറയാം അടങ്ങിയിരിക്കുക എന്നൊക്കെ പറയാം. അമ്മ എങ്ങനെയൊക്കെ ചക്കയിട്ട് വറുത്തൊക്കെ വെക്കും. ഒരു പ്രാവശ്യമാണെങ്കിൽ ആങ്ങളെ വരുന്ന ചിലപ്പം 2 മാസത്തിനകം വരുമെന്ന് പറഞ്ഞതിന് ചക്കയുടെ സീസണായിരുന്നു. ചക്ക ഇട്ട് നമ്മുടെ ഇതുപോലത്തെ ഇത്രയുള്ള ടിന്നുകളില്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ഈ വള്ളി പോലുള്ള ആ ടിന്നിനകത്ത് നിറച്ച് ഉപ്പേരി വറുത്ത് അടച്ചു വെച്ചിരുന്നേ. അതിൽ 2 ടിന്നങ്ങാണ്ട് അങ്ങനെ മാറ്റി വെച്ചിരുന്നു. ബാക്കിയൊക്കെ നമുക്ക് വീട്ടിലെല്ലാവരും കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു, ഞങ്ങൾക്ക് തന്നു. ഇത് മാറ്റി വെച്ചിരുന്നു. അതോട്ടിന്ന് കനച്ചു പോയി. ഞാൻ എത്ര രൂപയുടെ സാധനം, നമ്മൾ എത്ര രൂപ വെളിച്ചെണ്ണ മേടിക്കണം, അതിൻ്റെ കൂടെ അത്രയും കഷ്ടപ്പാട്. അത്രയും ടിന്നകത്ത് വറുത്ത് കോരി എടുക്കണമെന്നുണ്ട്. എത്ര ചക്ക ഇട്ടിട്ടുണ്ടാവും എന്ന് ഓർത്തു.
അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാടും അങ്ങനെ അതിൻ്റെ അടുത്ത് കളയേണ്ടി വന്നു. പിന്നെ കനച്ചിട്ട് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇരുന്നിരുന്നു അവൻ വരാൻ താമസിച്ചു. അങ്ങനെ കേട്ടോ. മാമിയും ഞാനും അമ്മയും ഇവിടെ ഒരു കാര്യമാണ് കടലിലും കടലിൽ പോണം. കടലിലും കായലിലും ഒക്കെ പോവാം പറയുന്ന അനുസരിക്കാമെങ്കിൽ മാത്രം. കടലിൽ പോണം. ട്യൂഷന് പോവാത്ത എന്താ? സമയത്ത് ട്യൂഷന് പോവാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു പറ. എന്താ ട്യൂഷന് പോകാൻ ഇത്ര മടിയെന്ന്? മറന്നുപോയി. നല്ല അടി കിട്ടുമ്പോ അത് ഓർമ്മ വരും. വേണോ അടി? വേണോ? ആ ഞാൻ വടി എടുക്കുമ്പോ എനിക്ക് വിധം മാറും. ഞാൻ പറ ഇവിടുന്ന് മിക്കവാറും അത്താഴപ്പട്ടിണി കിടന്ന് വള്ളി കയറി ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്യാമെന്നോ പോയി മേടിക്കാമെന്നോ ഒക്കെ പറയുന്നുണ്ട്. വല്ലതും നടക്കുവോ? എനിക്ക് എന്തായാലും മാമി ചക്ക വേവിച്ച് കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി ചക്കയും ചോറും, ചക്ക വേവിച്ചതും ചോറും, പിന്നെ കുക്കുവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറി, മോരും. ആഹാ അന്തസ്. ചെല്ല് ചിക്കൻ കറി മേടിച്ചോണ്ട്. ചിക്കൻ കറി അല്ല, ചക്ക വേവിച്ചത് മേടിച്ചോണ്ടോ. മാമി വിളിക്കുന്നു. നമ്മളെവിടുന്നേലും ഒക്കെ പാതിരാത്രി ആകുമ്പോഴത്തേക്ക് അത്താഴത്തിനുള്ളത് വകഞ്ഞോണ്ട് വരും. ഒരിടത്തുനിന്ന് ചിക്കൻ കറി, ഒരിടത്തുനിന്ന് ചക്ക, ചോറെടുത്ത് വെക്കും. മന്തി കഴിക്കാൻ പോവാ ചേട്ടനെ എന്നോട്. വല്ല നടക്കുവോ? കിട്ടുവോ? മണി 10 ആകാറായി കേട്ടോ. 8:30 മാമിക്ക് എവിടുന്നോ ചക്ക കിട്ടി. അപ്പം അത് വേവിക്കുന്നുണ്ടേ. അത് വെച്ചോണ്ട് വിളിച്ചു. പോയി മേടിച്ചോണ്ട് വരൂ, ചക്ക വേവിച്ചത് മേടിച്ചോണ്ട് വരൂ. പള്ളിപ്പെരുന്നാളിന്റെ പാട്ടൊക്കെ കേൾക്കുന്നു. പള്ളി എല്ലാരും ഇവിടെ റാസുണ്ട്. നമുക്ക് ഭക്ഷണം എത്തുന്നത് വരെ നമ്മുടെ ജോലികളിലേക്ക് കടക്കാം. അല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് പേർക്ക് അടുക്കി എന്തോ പാക്ക് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇതൊക്കെ ഇന്ന് വീഡിയോ ചെയ്ത കേട്ടോ. ഗൗണാണ്, ജോർജറ്റിന്റെ ഗൗൺ. 3 കളറുണ്ട്. ഒന്ന് ഈ ഒരു പിസ്ത കളറുണ്ട്, കളറ് ഒന്ന്, പിന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക്. ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇതോട്ട് ഇട്ടിട്ട് പോയത്. ഇനി അതെല്ലാം മടക്കി വെക്കണം. മടക്കി റെഡിയാക്കട്ടെ, എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. മടക്കി വെക്കുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എനിക്കിത് ഇത്ര ഇറക്കമുള്ളത് വേണം. ഇറക്കം കുറയ്ക്കാം കേട്ടോ. താഴത്തെ ആ ഫ്രില്ല് അങ്ങോട്ട് അഴിച്ചിട്ട് കുറേ വെട്ടിക്കളഞ്ഞാൽ ഇറക്കം കുറയ്ക്കും. പക്ഷെ വേണ്ട, ആർക്കെങ്കിലും സെയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും കാര്യം. നമ്മുടെ ആദ്യം തൊട്ടുള്ള ഒരു കസ്റ്റമറാണ് എടുത്തു വെച്ചിരിക്കുക കേട്ടോ. ഇത് രണ്ടും, ഇതിനകത്ത് 2 കളറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യണം വാട്സപ്പിൽ. അതും കൂടെ നമുക്ക് നാളെ അയക്കാനുള്ളതാണ്. ഇത് നമ്മുടെ സ്വന്തം ലക്ഷ്മി ചേച്ചിക്ക് കേട്ടോ. കഴിഞ്ഞ ദിവസം റെനി ചേച്ചി വന്നപ്പം ചേച്ചി ഇവിടെ വന്ന് ഇതെല്ലാം നോക്കി കണ്ട് ഇരുന്നിട്ട് എന്താ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടാവോ കേട്ടോ. മോൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു, ചേച്ചിക്ക് ടോപ്പ് വാങ്ങിച്ചു. ഇത് നമ്മുടെ ഇവരുള്ള എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും അഡ്രസ്സും ഫോൺ നമ്പറും കേട്ടോ. ഇതെല്ലാം എഴുതി വെച്ചിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ഓരോ ദിവസം അയക്കുന്നത് എഴുതി വെക്കാറുണ്ട്. അഥവാ എന്തെങ്കിലും ഡിലേ ആകുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കി എളുപ്പം അതിൻ്റെ പ്രിന്റ് നമ്മുടെ
പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ. ഞാൻ ലക്ഷ്മി ചേച്ചിയുടെ ഒക്കെ അഡ്രസ്സൊക്കെ എഴുതി ഇതൊക്കെ അങ്ങോട്ട് അയക്കാനുള്ള എല്ലാം സെറ്റ് ആക്കട്ടെ. ആ ഇനി എൻ്റെ ഫോണിൻ്റെ കുഴപ്പമായിരിക്കും. അയ്യോ കാത്തിരുന്ന് സോബാറ്റോ വന്ന് ഏ കുക്കു നല്ലൊരു കുടുംബിനിയായ എന്തുവാ കുക്കുവിന് കുഴപ്പം? ഇതാണ് മന്തി. അത്താഴം വിളമ്പുന്നതിന്റെ ബഹളമാണ് അത്. മുത്ത് ഓരോരുത്തർക്കായിട്ട് വിളമ്പുക. എനിക്ക് ഇച്ചിരി ചക്കയും കപ്പയൊക്കെ തിന്നണം. ചക്കയും കപ്പയല്ല, ചക്കയും ചോറും. എന്തൊക്കെ പേരാന്നോ, പെരി പെരി ഹണി എന്തുവാന്നൊക്കെ എനിക്കറിയാം. എനിക്കൊരു പാത്രം തന്നിട്ടില്ലേ? അല്ല, എനിക്ക് കഴിക്കാൻ ഒരു പാത്രം. ഇതിന് ഞാൻ ഇത് കുഞ്ഞു പാത്രം. മധുരമുണ്ട്. ആ മേളിലിരിക്കുന്നത് പെരി പെരി, താഴെ ഇരിക്കുന്ന ഹണി. ഒരു പാത്രത്തിൽ ഇച്ചിരി എടുക്കുക, അമ്മമ്മയ്ക്ക് കൊടുക്കാം. ഒരു പാത്രം എടു, ഞാൻ ചേച്ചി ഇങ്ങോട്ടോ. ഇതൊക്കെ ഇഷ്ടമാണ് കൊണ്ട് കൊടുത്തിട്ട് സാലഡ് വേണോ? വേണ്ട, അത്ര മതിയല്ലോ. വേണ്ടേ? അമ്മയ്ക്കാണ് ഇത്. നോക്ക്, ഇത് അമ്മയ്ക്ക്. വെള്ളം കുടിക്കല്ലേ? ചോറ് ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് അങ്ങോട്ട് പോകാം. അവൻ വരുവാടാ. ചോറ് വാരി അവിടെ എല്ലാം ഇടുക. പാത്രം എടു. ഞാനിപ്പോ തന്നല്ലോ, വേണ്ടാന്നെല്ലാം പറയുകയാണെങ്കിൽ കൊണ്ടുവരും. വെള്ളം വേണം. അമ്മമ്മയ്ക്ക് ഇതും കൊണ്ട് പോയപ്പോ വരും. ഞാൻ ചക്ക വേവിച്ചെടുത്തിട്ട് കഴിക്കട്ടെ. വേണ്ടല്ലോ. വന്നോ? പിന്നെ നമ്മുടെ ചിക്കൻ കറി. ഇത് കുക്കുവിന്റെ സ്പെഷ്യലാട്ടോ. ചക്കയും ചിക്കൻ കറിയും കഴിച്ചിട്ട് ഞാൻ ഇച്ചിരി ചോറ് വേണേ കഴിച്ചോളാം. കഴിക്കേ, എടുക്കേ. അതിനകത്ത് കഴിച്ചു. ആ കൊള്ളാവോ? ആ ചോറ് നല്ലതാ. പെരി പെരി കഴിച്ചിട്ടുണ്ട് ഒരുത്തൻ, ഇപ്പോഴേ വെള്ളം ചോദിക്കുന്നു. എരിയ ഇല്ലയോ? ശരി. ചക്ക, എനിക്കിങ്ങനെ ഇരിക്കുന്ന ചക്ക ഭയങ്കര ഇഷ്ടമായി. ഒത്തിരി വെന്ത് കുഴഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും ഇതുപോലെ ഇരിക്കുന്നത് ഇഷ്ടം. കഴിക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോകണം. എന്റെ പൊന്നോ കുടിച്ചിട്ട് താ ഗ്ലാസ്. ഇച്ചിരി ചിക്കൻ കറിയും കൂടെ ഒഴിച്ച് നമുക്ക് ചക്ക തിന്നാം. ചക്ക തിന്നിട്ട് വന്ന് നമുക്ക് ഇമ്മിണി കുഴിമന്തി അതും കഴിക്കാം കേട്ടോ. കഴിക്കട്ടെ. മതി 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 മതി, എനിക്ക് അത്രയും മതിയേ. അത്ര മതിയോ? എൻ്റെ ചിക്കൻ എൻ്റെ പേരെന്തോടെ?
ഹണി ചില്ലി ഹണി ചില്ലി. ഹണി ചില്ലി എന്തുവാണെന്ന് അറിയത്തില്ല, ചിക്കനാണെന്നറിയാം. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.